ഡേ 4 ആണ്. നമ്മളിപ്പോൾ ഊട്ടി നിൽക്കുവാണ്. ഇപ്പം രാവിലെ നമ്മളിപ്പോൾ എണീറ്റേ ഉള്ളൂ. ടെമ്പറേച്ചർ ഇപ്പം ഓൾമോസ്റ്റ് ഒരു 20 ഡിഗ്രീസ് ആയിക്കാണ്. 24 ഡിഗ്രീസിൻ്റെ അടുപ്പിച്ചാണ്. ഇന്നലെ രാത്രി 12 ഡിഗ്രീസ് ടു 10 ഡിഗ്രീസ് വരെ പോയായിരുന്നു. നമ്മൾ രാവിലത്തെ 8:30 നമ്മളിപ്പം ഇവിടെ നിന്ന് എണീറ്റ് നമ്മളിപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം രണ്ട് പോയിൻ്റാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് കോടനാട് വ്യൂ പോയിന്റും പിന്നെ അവലാഞ്ചിലേക്ക് വരുന്നല്ലോ. ഈ രണ്ട് സ്ഥലത്തോടും നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് 8 തൊട്ട് 9 വരെയാണ്. നമ്മൾ വയനാട് തന്നെ അവിടെ 8 മണി തൊട്ട് 10 മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മൾ ടോപ്പ് ബോക്സ് മാത്രം ജസ്റ്റ് ബൈക്കിൻ്റെ കുറച്ച് വെക്കാൻ പോവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂം ഇവിടെ ഇങ്ങനെ താഴെയാണ്. അവിടെ എന്തോ അങ്ങ് മോളിലാണ് നമ്മുടെ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. ഇതെല്ലാം ചുമന്നുകൊണ്ട് പോകുന്നത് അത്ര എളുപ്പമല്ല. പോകുമ്പോൾ ടോപ്പ് ബോക്സ് എടുക്കുന്നുണ്ട്. ഞാൻ ടാങ്ക് ബാഗ് ടോപ്പ് ബോക്സിനകത്ത് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് ഇൻ കേസ് ഗോപർ ബാറ്ററി ചാർജ് ചെയ്യുന്ന നമുക്ക് ഇവിടെ വെച്ച് ചാർജ് ചെയ്യാം. ആ രീതിയിൽ ബാക്കി 2 ബൈക്കിലും ടോപ്പ് ബോക്സ് എടുക്കുന്നുണ്ട്. എന്തായാലും വണ്ടിയുടെ കണ്ടീഷൻ ഇപ്പോൾ ഇത്ര അഴുക്കും ചെളിയും ഒക്കെ ഇരിക്കുവാണ്. ഇതോ തന്നെ 390 അഡ്വഞ്ചറോ തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ അങ്ങനെ തന്നെ. ഇന്നലെ എനിക്കൊന്ന് മഴ പെയ്യുന്നു. നമ്മുടെ ടാങ്കിൽ ഇതുണ്ടല്ലേ, ഇതൊന്ന് മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വീട്ടിൽ ചെന്ന് നല്ലൊരു വാഷ് 2 വണ്ടിക്ക് വേണ്ടി വരും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇപ്പോൾ സമയം 10:45. നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്ന പോയിന്റ് കോടനാട് വ്യൂ പോയിൻ്റ് എന്ന് ഇവിടെ നിന്ന് 17 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്, ഹാഫ് ആൻ അവർ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ട് പോയിട്ട് പിന്നെ അവലാഞ്ചിലേക്ക് എന്നൊരു ലൊക്കേഷൻ ഉണ്ട്. അത് ഊട്ടി പോയിട്ട് അവിടെ നിന്ന് നമുക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മളിതാണ് ടോട്ടൽ ട്രിപ്പ് 827 കിലോമീറ്റേഴ്സായി. ഇന്നെങ്ങനെ പോലെ എനിക്കൊരു 150 കിലോമീറ്റേഴ്സ് എന്തായാലും ഓടും. പിന്നെ നാളെ ഒരു 500 കിലോമീറ്റേഴ്സ്. അപ്പം ഓവറോൾ 1500 കിലോമീറ്റർ നമ്മൾ ഈ ട്രിപ്പ് കവർ ചെയ്യും. എൻജിൻ വാം ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പം നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ വഴി അടിപൊളിയാണ്. 2 സൈഡും തേയിലത്തോട്ടം, അതിൻ്റെ ഇടയിൽ കൂടി ഒരു ചെറിയ റോഡ്. അപ്പോൾ നമുക്ക് പെട്രോൾ ഹാഫ് ടാങ്കാണുള്ളത്. അപ്പോൾ ഇന്ന് പോകുന്ന വഴിക്കൊന്ന് പെട്രോൾ ഫുൾ ടാങ്ക് ആക്കിയിട്ട് നമ്മൾ പോകാനുള്ളത്. അത് നമ്മൾ ആദ്യം കോടനാട് വ്യൂ പോയിൻ്റ് പോവാം. അവിടെ ചെന്ന് തിരിച്ച് നമ്മൾ ഊട്ടിയിൽ, ഇവിടെ നമുക്ക് പവർ പെട്രോളൊന്നും ഇല്ല, നമ്മൾ നോർമൽ പെട്രോൾ തന്നെ ഇവിടെ അടിക്കണം. അതൊന്ന് ഫുൾ ടാങ്ക് ആക്കി നമ്മൾ ബാക്കി റൈഡിൽ നിന്ന് പോയിട്ട് വന്ന ശേഷം വീണ്ടും ഫുൾ ടാങ്ക് ആക്കി വയ്ക്കണം. കാര്യം നാളെ നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോവാം. 5 ഡേ ട്രിപ്പ്. ആ ഒരു 5 ദിവസം പോയത് പെട്ടെന്നായിരുന്നു. നമുക്ക് ഇപ്പോഴാണ് കയറുന്നത് തുടങ്ങി. ഇതൊരു അത്യാവശ്യം കുറേ ഇറക്കവും സ്ട്രെയിറ്റ് റോഡായിരുന്നു. അത് കാരണം നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ് 35 km/ലിറ്റർ ആണ്. ഇനി ഇപ്പോൾ നമ്മൾ കയറ്റം കയറി തുടങ്ങിയതുകൊണ്ട് മൈലേജ് ഡ്രോപ്പ് ആവും. ഇനി
35 നിന്നത് ഇപ്പോൾ 32 എത്തിക്കഴിഞ്ഞു. നമ്മളിപ്പം റൈറ്റ് തിരിഞ്ഞ് അവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്നതാണ് നമ്മൾ ഊട്ടി ടൗണിലോട്ട് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ കോർണാട് വ്യൂ പോയിൻ്റ് അങ്ങോട്ട് പോകുന്നതിൻ്റെ ഉള്ള ഡൈവേർഷനാണ്. ഓ ഈ ഫ്ലവേഴ്സ് എന്താണ് ഇവിടെ അടിപൊളിയാണ് കാണാൻ. ഇങ്ങനെ കാണുന്നൊരു രസമുണ്ട് ഈ വയലറ്റ് ഫ്ലവേഴ്സ്. എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ബാരിക്കേഡെല്ലാം പോയി കിടക്കുവാണ്. അങ്ങോട്ട് താഴോട്ട് നല്ല താഴ്ചയുണ്ട്. അങ്ങോട്ട് നോക്കാതെ പോകുന്നേ നല്ലത്. ലെഫ്റ്റ് സൈഡിലോട്ട് ഭയങ്കര എന്താ പറയുക ഡേഞ്ചറസാണ്. ഇത് അടിപൊളി റോഡാണ് ഇങ്ങോട്ട്. ഇവിടെ നിന്ന് തന്നെ ഭയങ്കര ഒരു വ്യൂ ഉണ്ട്. ഇതങ്ങോട്ട് കണ്ടല്ലേ. പക്ഷെ അവിടെ ഇപ്പം എനിക്കൊന്ന് കുറച്ച് മിസ്റ്റ് കാരണം അങ്ങനെ നേരെ ക്ലിയർ വ്യൂ അല്ല, വിസിബിലിറ്റി അങ്ങനെ ഭയങ്കര ക്ലിയർ അല്ല. ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഗോപുരം എത്രമാത്രം ക്ലിയർ ആണ് എനിക്ക് അറിയത്തില്ല. കാര്യം ആ വാലി ഇച്ചിരി അങ്ങോട്ട് ഇച്ചിരി ഹേസാണ്. ഹേസ് കാരണം അത്ര വിസിബിൾ അല്ല. ഇങ്ങോട്ട് കയറണമെങ്കിൽ എനിക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. ടോട്ടൽ എത്ര രണ്ട് വണ്ടി? 80.
അപ്പോൾ ഈ വ്യൂ പോയിൻറ്റിലോട്ട് വരണമെങ്കിൽ 2 പേർക്ക് 2 ബൈക്കിനും കൂടെ 85 റുപ്പീസായി. എനിക്കൊന്ന് ഒരാൾക്ക് 25 വെച്ചാണ് തോന്നുന്നു അങ്ങനെ 25 or 20 ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കോടനാട് വ്യൂ പോയിൻ്റ് വന്നേക്കുവാണ്. ഇവിടെ നമുക്ക് അവിടെ ഒരു എൻട്രി ഗേറ്റ് ഉണ്ട്. അവിടെ നമുക്ക് 2 ബൈക്ക് അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ആക്കേണ്ടി വന്ന കാര്യം ഇങ്ങോട്ടേ ബൈക്ക് വെക്കാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ജസ്റ്റ് ആ കാണുന്ന അതുവരെയാണ് സ്ഥലം. ഓ വ്യൂ കൊള്ളാം കേട്ടോ. പക്ഷെ അങ്ങോട്ടുള്ള കുറച്ച് മിസ്റ്റിയാണ്. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് വീട്ടിൽ അത്രയ്ക്കുള്ള ഷിഫ്റ്റ് അടിപൊളി. ഇങ്ങോട്ടുള്ള എൻട്രി പോയിന്റിന് പ്രൈസ് ഓൾമോസ്റ്റ് 80 റുപ്പീസാണ്. 2 ബൈക്ക് 2 ആൾക്കാർക്കും കൂടെ ചേർത്ത്. പക്ഷേ ഇങ്ങോട്ടൊന്ന് വരുന്നത് ബോത്താണ്. അത് നല്ല വ്യൂ ആണ് ഇങ്ങോട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇച്ചിരി നമുക്ക് വിസിബിലിറ്റി കുറവാണ്. ഇവിടെ ഇച്ചിരി മിസ്റ്റ് എല്ലാം ഉള്ളതുകൊണ്ട്. പക്ഷേ ഇത് ഇല്ലെങ്കിൽ അടിപൊളിയാണ് ഇങ്ങോട്ടുള്ളത്. പക്ഷേ ഓവറോൾ നിനക്കെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വരുന്നതിൻ്റെ നല്ല സ്ഥലം അടിപൊളി. ഇങ്ങോട്ട് ഒന്ന് വരുന്നു കോടനാട് വ്യൂ പോയിന്റ്. നിങ്ങൾ വരുമ്പോൾ അത് വേർത്താണ് എന്തെല്ലാം അത്രയും വരുന്നത്. ഇവിടെ നടക്കാനും ഇല്ല ഒരുപാട് ദൂരം. ഓക്കെ, നമ്മൾ പാർക്കിങ്ങിന് ജസ്റ്റ് കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങി മതിയായിരുന്നു. പക്ഷെ അടിപൊളി വ്യൂ പോയിന്റ്. അതൊരു വാട്ടർഫോളാണ്. നമ്മൾ ഇവിടുത്തെ ഒരു വ്യൂ എല്ലാം കണ്ടു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട ആൾക്കാരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്, കണ്ണൂർ ഗ്രൂപ്പിൽ നിന്ന ആൾക്കാർ. ഇത് ബെൻലി 502X ആണ്. നമ്മളിപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അവലാഞ്ചിലേക്ക് ഇവിടെ നിന്ന് 2 hours 28 minutes. ടോട്ടൽ 70 കിലോമീറ്റേഴ്സാണ് കാണിച്ചിരിക്കുന്നത് അവലാഞ്ചിലേക്ക് വരെ. തട്ടല്ലേ, വെയിറ്റ് ഞാൻ ബൈക്ക് നിൽക്കാം. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങോട്ട് കുറേ ഗ്രൂപ്പ് ഓഫ് റൈഡേഴ്സ് ഉണ്ട് ഊട്ടിയിലോട്ട്. അപ്പം
ഈ ഒരു സ്ഥലത്തോടെ കോർണർ വ്യൂ പോയിന്റ് വരുന്ന ഒരു ബോത്താണ്. അത്യാവശ്യം നല്ലൊരു വ്യൂ നമുക്ക് താഴെ ഇറങ്ങുമ്പോൾ കാണാൻ പറ്റും. എനിക്കൊരു പണി പറ്റിയെന്ന്, ഇവിടെ ഗൂഗിൾ പേ അങ്ങനെ എടുക്കത്തില്ല. ഇപ്പം എനിക്ക് പറ്റിയ പണിയെന്ന് വെച്ചാൽ ഞാൻ പേഴ്സ് എടുക്കാൻ പറഞ്ഞു. പേഴ്സ് റൂമിൽ തന്നെ വെച്ചുപോയി. ഇപ്പം എനിക്ക് 1/4 ടാങ്ക് പെട്രോളേ ഉള്ളൂ. ഇപ്പം എന്തായാലും പോകുന്നതൊക്കെ പെട്രോൾ അടിച്ചിട്ട് പോകണം. 69 കിലോമീറ്റേഴ്സ് 2.5 hours ആണ് കാണിക്കുന്നത് അവലാഞ്ചി ലേക്ക് വരെ. ഇപ്പോൾ സമയം 12 പക്ഷേ അങ്ങോട്ട് നോക്കി എനിക്ക് തോന്നുന്നു ചെറിയൊരു മഴക്കോൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. നമുക്ക് അവലാഞ്ചിലേക്ക് ഒരു 58 കിലോമീറ്ററാണ്, സ്റ്റിൽ 2 hours കാണിക്കുന്നത്. ഇങ്ങോട്ടാണ് നമ്മൾ റിസോർട്ട് പോകുന്ന വഴി. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി ഊട്ടി ടൗണിലാണ് അവലാഞ്ചിലേക്ക് പോകുന്നത്. ഊട്ടി ടൗണിൽ എനിക്ക് 20 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ടോട്ടൽ 29 കിലോമീറ്ററായി. നമ്മൾ ആ ഒരു വ്യൂ പോയിന്റ് പോയിട്ട് വന്നതാണ്. അങ്ങോട്ടൊക്കെ ഇത്തിരി ഇരുണ്ട് കിടക്കുവാണ്. എനിക്കറിയത്തില്ല മഴ പെയ്യോ ഇല്ലയെന്ന്. നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്ന ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ എന്ന് പറയുന്നത് 34 km/L ആണ്. ഇപ്പം ഓൾമോസ്റ്റ് പെട്രോൾ റിസർവ് ആവാറായി. ഫ്യൂൽ വാർണിംഗ് ഒരു തവണ വന്നു ഫ്യൂൽ വാർണിംഗ്. ഇനി എന്തായാലും ഇനിയിപ്പോൾ റീഫ്യൂൽ ചെയ്താലേ പറ്റത്തുള്ളൂ. നമുക്ക് ടൗണിൽ പോകണം. ടൗണിൽ പോയിട്ടാണ് റീഫ്യൂൽ ചെയ്യുന്നത്. ഇത് മാറ്റ് വിരിച്ചേക്കുന്ന പോലെയാണ് ഈ സൈഡ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്. അങ്ങനെ മാറ്റ് വിരിച്ചിട്ടേക്കുന്ന പോലെയുണ്ട് ഈ തേയിലത്തോട്ടം കൃഷി അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ഡ്രോൺ ഉണ്ടെങ്കിൽ എൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിച്ചൊരു ഷോട്ട് എടുക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ കൊട്ടഗിരി ടൗൺ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുവാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ കഴിയുമ്പോഴേക്കാണ് ഊട്ടി ടൗണ്. ഇങ്ങനെ ഒരു മഴക്കോൾ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്, നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മളിത് ഊട്ടി ടൗണിലോട്ട് എത്തി. ഇവിടെ നിന്ന് ഇനി അവലാഞ്ചിലേക്ക് 25 കിലോമീറ്റർ, അതിന് 1 മണിക്കൂറാണ് കാണിക്കുന്നത്. ഇവിടെ ഡീസൽ മാത്രമേ കാണിക്കുന്നുള്ളൂ.
അത്യാവശ്യമായിട്ട് ബൈക്കിൽ പെട്രോൾ അടിക്കണം. ഇപ്പോൾ ഒരു ഡോട്ടാണ് കാണിക്കുന്നത്. ഫ്യൂലൊക്കെ ആണെങ്കിൽ 32 km. ഇതെന്ത് കുഴിയോ. ഫുൾ ടാങ്ക് ഓ സ്കാനർ ക്യാഷ് ആയിട്ട് കാർഡ് എടുക്കാം. കാർഡ് എടുക്കാം. ഫുൾ ടാങ്ക്. ഇവിടെ പെട്രോളിന് 102.90 പെർ ലിറ്ററാണ്. 8.71 ലിറ്റർ 904 റുപ്പീസായി പെട്രോൾ. നമ്മൾ പെട്രോൾ അടിച്ചു. ഇനി നമ്മൾ നേരെ അവനാഞ്ചി ലേക്കിന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് 1 ഹവറാണ് കാണിക്കുക. 25 കിലോമീറ്ററാണ്. ഇപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ച് ഇപ്പം നേരത്തെ ഒരു കട്ട ഉണ്ടായിരുന്നുള്ളൂ പെട്രോൾ ലാസ്റ്റ് തന്നെ. അതിന് ടാങ്ക് റേഞ്ച് 89 എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്. 89 കിലോമീറ്ററാണ് ടാങ്ക് റേഞ്ച് കാണിച്ചത്. ഇപ്പോൾ ടാങ്ക് റേഞ്ച് 375 ആയി. എന്തായാലും നമ്മൾ തിരിച്ച് വരുന്നിട്ട് വീണ്ടും പെട്രോൾ അടിക്കും. നാളത്തേക്ക് വേണ്ട. നാളെ നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോഴേ ഫുൾ ടാങ്ക് ആക്കി വയ്ക്കാം നമ്മൾ. ഇവിടെ 1 രൂപ കൂടുതലോ പെട്രോളിന്. ഇവിടുത്തെ പമ്പിൽ 103. നമ്മൾ അടിച്ച പമ്പിൽ 102 ആയിരുന്നു. ഇവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ XP പെട്രോൾ ഇല്ല, പക്ഷേ HP-യുടെ പവർ പെട്രോളും ഉണ്ട്. 109 റുപ്പീസാണ് അവിടെ കാണിച്ചിരിക്കുന്ന പ്രൈസ്. മഴ ചാറി തുടങ്ങി. ജസ്റ്റ് ആ ഒരു ടോയ് ട്രെയിൻ കാണിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും യൂ ടേൺ എടുത്തതാണ്. ഇവിടെ മഴ ചാറി തുടങ്ങി. റോഡൊക്കെ അത്ര നനഞ്ഞിടക്കാണ്. ഇവിടേക്ക് ഇത്തിരി മഴ പെയ്തെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളിപ്പം ഇതുവരെയായിട്ട് മഴ ചാറ്റിലുണ്ടായിരുന്നുള്ളൂ. ഇതാകണ്ടല്ലേ, വണ്ടികളൊന്നും അങ്ങനെ നനഞ്ഞിട്ടില്ല. ബെസ്റ്റ്. വെറ്റ് റോഡ്സിൽ കുറച്ചും കൂടെ ഞാൻ സ്ലോ ആയിട്ടാണ് ഓടിക്കുന്നത്.
എൻ്റെ ഫ്രണ്ട് ടയർ എനിക്ക് തോന്നുന്നൊരു 80% to 90% തീർന്നു ഫ്രണ്ട് ടയർ. ഞാൻ അടുത്തൊരു പർച്ചേസ് അതാണ്, ഫ്രണ്ട് ടയർ മാറാണ്ട്. ഇങ്ങോട്ടുള്ള ഇതുണ്ട് ഒരു കൃഷി, ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. മഴ പെയ്ത എഫക്റ്റിലാണ് ചെറിയൊരു ഫോഗുണ്ട് ഇപ്പം. ഇവിടെ നിന്ന് എവറാഞ്ചി ലേക്ക് വരെ 10 കിലോമീറ്ററാണ് കാണിച്ചേക്കുന്നത്. പിന്നെ അരമണിക്കൂർ എടുക്കും. ഇതെടുക്കും കാര്യം ഇങ്ങനത്തെ റോഡ് തന്നെയാണല്ലോ ഫുള്ള്. പിന്നെ ഇവിടെയൊക്കെ നേരത്തെ മഴ പെയ്ത് തോർന്നു ഭാഗ്യത്തിന്. നമ്മൾ വരുന്നതിന് മുമ്പേ ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞു. അതാണ് ഈ റോഡ് അത്ര ഇങ്ങനെ നനഞ്ഞ് ചെളിയൊക്കെ കിടക്കുന്നത്. നമ്മൾ വരുന്ന സമയത്ത് ജസ്റ്റ് ചാറ്റിൽ മാത്രമേ ഈ വൈസർ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ജസ്റ്റ് കുറച്ച് ചാറ്റിൽ മാത്രമേ ഉള്ളൂ, എല്ലാം ബൈക്കൊന്നും മേടിയാൻ നനഞ്ഞിട്ടൊന്നും ഇല്ല. കണ്ടില്ലേ, നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇവിടെ അതുകൊണ്ട് മഴയുടെ എഫക്റ്റിൽ തന്നെ തണുപ്പുണ്ട്, ചെറിയൊരു ഫോഗും ഉണ്ടായിരുന്നു നേരത്തെ അവിടെ. അതിൻ്റെ ബാക്കിൽ നിന്ന് വെള്ളച്ചാട്ടമാണ്, ആ ബൈക്കിൻ്റെ ബാക്കിൽ നിന്ന്. അതാണ് എൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റാത്തത്. ഓ, ആ സൈഡ് നോക്കി വ്യൂ. റെക്കോർഡിംഗ് അല്ലേ? ആ, ഇത് അടിപൊളി വ്യൂ അല്ലേ അങ്ങോട്ട്. എന്താ പറഞ്ഞ വ്യൂ. ഇതൊക്കെ അടിപൊളിയല്ലേ ആ ഘാട്ട് സെക്ഷൻ ഫുള്ള്. വാവ്, നിർത്തിയതൊരു ഫോട്ടോയ്ക്ക് വേണ്ടി നിർത്തണല്ലോ ഇവിടെ. ഒരു സൈഡ് ഫുൾ ഗ്രീൻ, മറ്റേ സൈഡ് ഒരു ബ്ലൂയിഷ് ആണെങ്കിൽ ഈ സൈഡ് ഫുൾ ഗ്രീൻ. എന്ത് ഭംഗിയായത്. ഇപ്പോഴും മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, പക്ഷെ ചാറ്റിൽ മാത്രമേ ഉള്ളൂ, അത് ഭയങ്കരമായിട്ട് പെയ്യുന്നില്ല. ആസ് ലോങ് ആസ് പെയ്യാതെ ഇരിക്കുന്നിടത്തോളം കാര്യം നമുക്ക് ഓക്കെയാണ്. നമ്മളിപ്പോൾ ഈ റൈഡിങ് ജാക്കറ്റ് മാത്രമേ ഉള്ളൂ, റെയിൻ കോട്ടുള്ള ഞാൻ റൂമിൽ വെച്ചിട്ട് വന്നു. എന്തിനാണെന്ന് റെയിൻ കോട്ട് മറന്നു, പേഴ്സ് മറന്നു. ഇന്നത്തെ ദിവസം ഇവിടെ ഇപ്പം ഇത്തിരി മഴ കൂടി. ചാറ്റിൽ മഴയാണ്, പക്ഷേ ഇതിന് നല്ലോണം ചാറുന്നു.
ഇവിടെ 390 കേപ്പബിലിറ്റീസ് കാണിക്കാൻ നിൽക്കുകയാണ്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്ത് ഒന്ന് വലിച്ചെടുത്തതാണ്. ഷൂസിൻ്റെ അകത്തോട്ടേക്ക് വെള്ളം ഇറങ്ങി. എൻ്റെ ഷൂസ് അത്രയും നനഞ്ഞു അകത്ത്, ഐ മീൻ സോക്സ്. എൻ്റെ കാല് ഫുൾ വെള്ളം നനഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ചെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ചെളി തെറിക്കുന്ന ഷൂസിൽ തെറിച്ചാൽ ഷൂസിൻ്റെ അകത്ത് ഇറങ്ങി സോക്സും നനഞ്ഞ് കാലും നനഞ്ഞിരിക്കും. ഇത് വാട്ടർ പ്രൂഫിങ് ബൂട്ട്സ് അല്ല. ഓ, ഇതൊരു അടിപൊളി വ്യൂ. ഇവിടെ നിന്ന് അവലാഞ്ചിലേക്ക് 2.4 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഏത് വഴിയാണോ അവർ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇതുവഴിയാണോ? ഈ ഓഫ് റോഡോ? ചേട്ടാ, അവലാഞ്ചിയിലേക്ക് എങ്ങനെ? ഓ, അങ്ങ് താഴോട്ട് കീഴെ പോകണോ? ഓ, താങ്ക്സ്. ഗൂഗിൾ മാപ്പിനെ ഇതുവരെ എത്തിച്ചത്. നമുക്ക് വഴി തെറ്റി. നമ്മൾ ഇങ്ങോട്ട് തിരിയണ സ്ട്രെയിറ്റ് പോകണമായിരുന്നു, അങ്ങോട്ടായിരുന്നു അവലാഞ്ചിയിലേക്ക്. അപ്പോൾ ഇത് വഴി തെറ്റിച്ച് ഗൂഗിൾ. വണ്ടിയുടെ കോലം നോക്ക്. എടാ, വണ്ടിയുടെ കോലം നോക്ക് നീ. നിന്റെ എന്റെ നോക്ക്. ഇത് കഴുകി ഇറക്കാൻ ഇത്തിരി പാടുപെടും. ഇതാണ് 390 കോല ഇരിക്കുന്നത്. ഇവിടെ ഫുൾ ചെളിയൊക്കെ ആയി. സെയിം തന്നെ നമ്മുടെ ഡോമും ചെളി അടിച്ച് ഇവിടേക്ക് വരുമ്പോൾ ചോക്ലേറ്റ് പൗഡർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ടേക്കുന്ന പോലെ ഉണ്ട്.
ഞാൻ നേരത്തെ ഫ്രണ്ട് ടയറിൻ്റെ കാര്യം പറഞ്ഞതാ, ഇതാണ് എൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ട് ടയർ ഇപ്പോഴത്തെ അവസ്ഥ. ഇത്രയും നല്ല കുറച്ചും കൂടെ ഇതുണ്ട്, നമുക്ക് കാണാൻ പറ്റാത്തതാ. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഗ്രിപ്പ്. അടുത്തൊരു ചിലവ് വെച്ചാൽ ടയർ മാറുന്നതാണ് നമുക്ക്. ബാക്ക് ടയർ പിന്നെയും കുറേ ലൈഫുണ്ട്, നമുക്ക് ഇനിയും കുറേ ഒരു 10,000 ഉണ്ടെങ്കിൽ മിനിമം ഓടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മെയിൻ റോഡ് ഇറങ്ങിയൊരു മാപ്പ് സെറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നില്ല എനിക്ക്. അപ്പം നമുക്കിനി മെയിൻ റോഡ് ഇതിൽ ബാക്കി ലൊക്കേഷൻ സെറ്റ് ചെയ്യാം. ഇപ്പം മഴച്ചാറ്റിൽ നിന്നു, നന്നായി എന്തായാലും. നമ്മളിപ്പോൾ അവിടെ നിർത്തി വൈസറൊക്കെ ഒന്ന് തുടച്ചു, ബൈക്കിൻ്റെ അല്ല ഹെൽമെറ്റിൻ്റെ വൈസറൊക്കെ തുടച്ചു. നമ്മൾ ഇറങ്ങിയപ്പോൾ കാണുന്നത് ബൈക്ക് ഇത്രയ്ക്കും ചെളിയായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൽ വാലി നോക്കി, ഇങ്ങോട്ട് നോക്ക്. ചെളിയായി, വണ്ടി ഫുൾ ചെളിയായി. വീണ്ടും മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. ഗൂഗിൾ മാപ്പ് എപ്പോഴും യൂ ടേൺ എടുക്കാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത്. പക്ഷേ വാലി ഭയങ്കര ഹൈലൈറ്റാണ് കാണാൻ വേണ്ടി, നല്ല രസമുണ്ട്. ഗ്രീൻ മാറ്റ് ഇങ്ങനെ വിരിച്ചിട്ടേക്കുന്ന പോലെ. ചേട്ടാ இந்த അവലാഞ്ചി ലേക്ക് എന്താ പക്കം ഇങ്ങോട്ട്. താങ്ക്സ് അണ്ണാ. നമ്മൾ ആദ്യം പോയതായിരുന്നു കറക്റ്റ്. നമ്മൾ ഇവരെ വണ്ടി തിരിച്ചു പോയതാണ് ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച്. ഒറ്റൊന്ന് ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒന്ന് പേടിച്ചു പോയി. പിന്നെ ഇത്തരം സിറ്റുവേഷനിൽ ഞാൻ ചെയ്യുന്ന ഹാൻഡിൽ അതിൻ്റെ ഇഷ്ടത്തെ അങ്ങ് വിട്ടുകൊടുക്കും. ആ ഹാൻഡിൽ തീരെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകരുത്. ഓ ഷിറ്റിൻ്റെ റൈഡിങ് ഷൂസ് നോക്ക്. വീട്ടിൽ ചെന്നിട്ട് നല്ല പണിയുണ്ട് എന്തായാലും വണ്ടി കഴുകാൻ വേണ്ടിയിട്ട്.
ടിക്കറ്റ് കൗണ്ടറാണോ? ഇവിടെ എയർലൈൻസിലേക്ക് പോകുന്നതിന് നമുക്ക് ടിക്കറ്റ് എടുക്കാണ്ട്. ഓ ഷെടാ, ഇതെന്താ എൻ്റെ വണ്ടി ഷൂസും എല്ലാം കണക്കായിരിക്കും ഇപ്പോൾ. ഒരാൾക്കുള്ള എൻട്രി ഫീ 20 റുപ്പീസ്. കാറിന് ജീപ്പിന് 50 രൂപ, 2 വീലറിന് 20 രൂപ വെച്ചാണ്. പിന്നെ ക്യാമറ 50 രൂപ, വീഡിയോ ക്യാമറയ്ക്ക് 1000 രൂപ. അപ്പോൾ ഇവിടെ നിന്നാണ് അവനാൻസ് ലേക്കിൻ്റെ എൻട്രി പോയിൻറ്റ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കൊന്നും ആ കാണുന്ന ലേക്ക്, പക്ഷെ അവിടെ വറ്റി കിടക്കും അത്രയും. നല്ല അടിപൊളി റൂട്ടാണ് ഇങ്ങോട്ട്. അടിപൊളി ആംബിയൻസ് ഇങ്ങോട്ട്. ആവും എനിക്ക് നമ്മുടെ കൊടൈക്കനാലിൽ കൂക്കൽ പോയ വൈബ്സാണ് തരുന്നത് ഈ ഒരു റോഡും ഈ ഒരു ആംബിയൻസ് എല്ലാം കൂടെ. കൂക്കൽ ലേക്കിലും പോകുമ്പോഴേക്കും ഇതേപോലത്തെ ഒരു ആംബിയൻസ് ആണ്.
ചെറിയൊരു ഫോഗുണ്ട്, ചെറുട്ടുണ്ട്. ഇതാണ് അവലാഞ്ചി ലേക്കിൻ്റെ ലാസ്റ്റ് പോയിന്റ്. ഇപ്പുറത്തോട്ട് വണ്ടി വിടത്തില്ല. അപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് നടന്നു പോകണം. അപ്പോൾ ഇതാണ് അവലാഞ്ചി ലേക്ക്. അവിടേക്ക് ഇച്ചിരി പൈൻ ഫോറസ്റ്റ് ആണ്, നമ്മൾ അങ്ങോട്ടധികം പോകുന്നില്ല. നമുക്ക് ജസ്റ്റ് ഈ റൈഡ് വരേണ്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥലം നമ്മൾ ഈ പൈൻ ഫോറസ്റ്റ് നമ്മൾ കൊടൈക്കനാലിൽ കാണാൻ സെയിം തന്നെ, പക്ഷെ വരുന്ന റൂട്ട് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചായയും കുടിച്ചിട്ട് അങ്ങ് പോവാം.